നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാപ്പകൽ സമരം എല്ലാ സമാധാനത്തോടു കൂടിയും ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇട്ടൊരു പന്തലാണ് ഈ പന്തൽ. ഈ പന്തലിന്റെ മുകളിലുള്ള ഷീറ്റുകൾ ഇന്ന് PSC ചെയർമാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റുന്നതാണ് കാണാൻ സാധിച്ചത്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ ഏതു സമരവും ഒരു മടിയുമില്ലാതെ ചെയ്യാൻ ഒരു ഭയവുമില്ലാത്ത കൂട്ടരാണ് യുവമോർച്ച എന്നുള്ളത് ഈ നാടിന് നന്നായിട്ട് അറിയാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. PSC ചെയർമാൻ ബൈജുവിനോട് കൂടി ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിയും യുവമോർച്ച കഴിഞ്ഞ 1.5 മാസത്തിലേറെക്കാലമായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഈ PSC ആസ്ഥാനത്ത് നിങ്ങൾ വന്ന് ഞങ്ങളോട് പറയുന്നത് എന്താ, ഞങ്ങൾ ഈ PSC ആസ്ഥാനം ആദ്യമായി എന്തോ ടൂറ് കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നിങ്ങൾക്ക് തെറ്റിയെങ്കിൽ, ഈ PSC ആസ്ഥാനത്തിന്റെ മതിലിൽ യുവമോർച്ചയുടെ ധീരരായ വനിതകൾ എന്നേ ചാടിക്കടന്ന് ആ സമരമൊക്കെ നമ്മൾ നടത്തിയതാണ്. അന്നൊന്നും ഞങ്ങൾ ചാടിക്കടക്കണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ അണിനിരത്തുന്ന പോലീസ് ഓഫീസർമാരുടെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ആ സമരം നടത്തുന്നത്. ഒളിപ്പോര് നടത്തി പ്രഖ്യാപനം നടത്താതെ വരുന്ന സ്വഭാവമേ ഇല്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാധാനപൂർവമായ ഒരു സമരം ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിക്കാൻ MR ബൈജു പറയുമ്പോൾ, PSCയുടെ ചെയർമാൻ പറയുമ്പോൾ, UDF ഭരിക്കുന്ന ഗവൺമെന്റിന് എങ്ങനെയാണ് അത് നടത്തണ്ട എന്നുള്ള തീരുമാനത്തിന് ഒരേ സ്വരം വരുന്നു എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കാരണം ഈ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി PSCയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും, ആ നിയമനങ്ങൾ നമ്മുടെ CBIക്ക് വിടുക എന്നുള്ളതാണ് ഒരു ആവശ്യം. കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ നിയമനങ്ങൾ CBI അന്വേഷിച്ചാൽ അതെങ്ങനെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് ഒരു പ്രശ്നമായി മാറുന്നത്? രണ്ടാമത് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ അഴിമതിയിലും അന്വേഷണം നടത്തുന്നതോടൊപ്പം ഈ ഇരിക്കുന്ന PSCയുടെ മുഴുവൻ അംഗങ്ങളെയും പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ സമരത്തിന്റെ ആവശ്യം. ഇതും ഈ UDFകാർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് എന്തോ ഒരു ഭാരമാവുന്ന പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം എന്താണ്? കഴിഞ്ഞ തവണ ഇതേ യുവാക്കൾ മുന്നോട്ട് വെച്ച, റാങ്ക് ഹോൾഡേഴ്സ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് അവരോട് നേരിട്ട് പോയി സമ്മതിച്ച ആളെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം നേരിട്ട് പോയി പറഞ്ഞ് ഇന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും തെരുവിൽ കിടക്കുന്ന സാഹചര്യമാണെന്നുള്ളത്. അവരെ ഇപ്പോൾ പരിഹരിക്കാം, നാളെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് അധികാരത്തിലേറുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, കേരളത്തിലെ മുഴുവൻ വേക്കൻസികളും അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയിൽ അടിയന്തരമായി ഗവൺമെന്റ് ഒരു ധവളപത്രം പുറത്തെടുക്കണമെന്നുള്ളത് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഇത്തരം ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ സമാധാനത്തോടുകൂടി ഞങ്ങളുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ ഇവിടുത്തെ യുവാക്കൾ നേരിടുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് ശീലമുള്ള, അതിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള, അത് ചെയ്യാൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അഭിമാനത്തോടു കൂടി പറയാനും ചെയ്യാനും കഴിയുമെങ്കിൽ ആ സംഘടന എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ സമാധാനത്തോടു കൂടി ഒരു സമരം നടത്താനാണ് വന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അഴിച്ചിട്ട പന്തൽ ഞങ്ങൾ കെട്ടും. ഇനി ഈ പന്തലിന്റെ ബലത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് ഇവിടെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഈ പന്തൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമരം നടത്താൻ, വിഷയത്തിൽ ഇടപെടാൻ, ഈ കാര്യമാത്ര പ്രസക്തമായ കാര്യത്തെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ആവശ്യമേ ഉള്ളതല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പൊളിച്ച പന്തലിൽ സമരം നടത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്കൊരു വാശിയുണ്ടാകുമ്പോൾ സമരം നടത്തിയിട്ടേ പോകൂ, അതാണ് ശീലമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ. ആ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതൊരു വെല്ലുവിളിയല്ല, ഇതൊരു ആരെയും ആക്ഷേപിക്കാനുള്ളതുമല്ല, മറിച്ച് ജനാധിപത്യപരമായി ഈ നാട്ടിൽ യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെ വേണ്ട എന്ന് പറയുന്നവരുടെ മുന്നിൽ മുട്ടുമടക്കി കൊടുത്ത ശീലം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി പറയുന്നു, ഈ സമരം ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതല്ല.
മിസ്റ്റർ PSCയുടെ ചെയർമാനോടും അംഗങ്ങളോടും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു തരത്തിലും സംശയിക്കേണ്ടതില്ല. നിങ്ങളെ തെരുവിൽ റോഡിൽ നടക്കാൻ വിടാത്ത സമരങ്ങൾക്കും യുവമോർച്ച നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. നിങ്ങൾക്ക് കിട്ടാവുന്ന പോലീസുകാരെയും നിങ്ങളുടെ കൂടെ ഒക്കെ ചങ്ങായിമാരായിരിക്കുന്ന UDFന്റെ ആളുകളെയും ഒക്കെ കൂടെ കൊണ്ട് തെക്കാതെ ഈ റോഡിലൂടെയുള്ള നിങ്ങളുടെ യാത്ര ഞങ്ങളും ഒന്ന് കാണാമെന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ നിങ്ങൾ PSC ചെയർമാനായിട്ട് തുടരാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം യുവമോർച്ചയുടെ ഒരു ആവശ്യം ഗവർണറുടെ എത്തിയിരുന്നു. ഗവർണറുമായി നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും മുന്നോട്ട് പോകുന്നതായി ഈ സമരത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ബൈജു, നിങ്ങൾ PSCയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് യുവാക്കളെ മുഴുവൻ വഞ്ചിച്ച് ഈ നാടിനെ കട്ടുമുടിച്ച് നിങ്ങളുടെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി പാർട്ടിക്ക് വേണ്ടി എന്ത് വിടുപടിയും ചെയ്യുന്ന എച്ചിലാക്കി തിന്നുന്ന മുട്ടുമുടക്കി ജീവിക്കുന്ന നിങ്ങളുടെ അസ്തിത്വം പേറുന്നവരാണ് യുവമോർച്ചക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ PSCയുടെ ചെയർമാൻ സ്ഥാനം നിങ്ങളെ പുറത്താക്കുന്ന ദിവസം ഞങ്ങൾ നിങ്ങളെ വന്നൊന്ന് കാണുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് യുവമോർച്ച എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. PSC എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുടെ ഏക പ്രതീക്ഷയാണ്. ആ PSCയിൽ 21 അംഗങ്ങളുള്ള ഒരു PSCയെ ഇന്ന് കേരള സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 21 അംഗം എന്ന് പറയുന്നത് തങ്ങളുടെ പാർട്ടിക്ക് സീറ്റ് കിട്ടാത്തവർ, അപ്രീതിയുള്ളവർ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമനം നടത്തേണ്ടവർ, അങ്ങനെ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും നിയമിക്കാൻ PSCയിൽ 21 അംഗം എന്ന് പറയുന്ന ഒരു അംഗസംഖ്യയുണ്ട്. ആ അംഗസംഖ്യ ഇന്ന് PSCക്ക് ആവശ്യമില്ല. UPSCയിൽ 11 തമിഴ്നാട്ടിൽ 5, കർണാടകയിൽ 8, കേരളത്തിൽ 21 എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമവും സ്വജനപക്ഷപാതവും മറ്റു കാര്യങ്ങളും നടത്താനുള്ള ഒരു നടപടിയുമാണ്. ഇനി അത് യുവമോർച്ച അനുവദിക്കില്ല, ഈ നാട് അനുവദിക്കില്ല. ആ നാട് അനുവദിക്കാത്ത പ്രശ്നത്തെ മുൻപന്തിയിൽ നിന്ന് യുവമോർച്ച നയിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.